ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ഫുഡ്സ്. ഞാൻ റഹ്മയാണ്. ഇന്ന് നമുക്ക് വനില സ്പോഞ്ച് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിന് തരിപ്പോള എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായി ഇവിടെ ഒരു പാൻ എടുത്ത് അതിൻ്റെ അടിവശത്ത് മാത്രം ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു അരിപ്പയിലോട്ട് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും അതായത് അപ്പക്കാരവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം. 2-3 തവണ ഒന്ന് തരിച്ചെടുക്കുക. അപ്പോൾ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും. പിന്നെ ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ബീറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയിലെ ഒരു 1/4 ഭാഗമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഷുഗർ പൗഡർ ആണെങ്കിൽ 1/2 കപ്പ് എടുക്കുക. അതല്ലെങ്കിൽ പഞ്ചസാര ആണെങ്കിൽ 1/2 കപ്പിൽ 1/4 ഭാഗത്തോളം എടുത്ത് കുറേശ്ശെ ആയി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 5-6 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല ക്രീമായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് 1-2 സ്പൂണായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്നിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത്, കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ സ്പാച്ചിലോ വെച്ച് മെല്ലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാറ്റർ കുറച്ച് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാം. അതും റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ എടുക്കണം, നല്ല തണുത്ത പാലൊന്നും ഉപയോഗിക്കരുത്. ഇപ്പോൾ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഞാൻ എടുത്തത് 6 ഇഞ്ചിൻ്റെ പാനാണ്. അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമുക്കൊരു പഴയ പാൻ വെച്ച് 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ആയതിനു ശേഷം അതിലോട്ട് ഈ ബാറ്റർ വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമാക്കി നമുക്ക് 20 മിനിറ്റ് വരെ കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കുക്കായി വന്നിട്ടുണ്ട്. അതിനിടയിൽ ഇത് തുറന്ന് നോക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ കേക്കൊക്കെ താഴ്ന്നു പോകും. അപ്പോൾ നന്നായിട്ട് ഇത് കുക്കായിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് വെച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള വനില സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.